ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിച്ച് മാറ്റിയതിന് ശേഷമാണ് ചായ ഇടാനായിട്ട് നിന്നത്. അപ്പോൾ ഇന്ന് ചേട്ടന് ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാണ് നിന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ എടുക്കുമ്പോഴത്തേക്കും നല്ല ലേറ്റാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. അപ്പോൾ പതിവ് പോലെ തന്നെ മഴ കാരണം ചേട്ടൻ തിരികെ പോന്നിട്ടുണ്ടായിരുന്നു, ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. എബിക്ക് എന്തായാലും ഒരു 8:15 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അവൻ 8:20 ആകുമ്പോഴാണ് ബസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഈ സ്കൂളിലോട്ട് വിടുന്നത് കൊണ്ട് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. വീഡിയോസും എടുത്ത് കുക്കിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കത് പറ്റത്തില്ല കേട്ടോ. എനിക്കങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ജോലിയെല്ലാം തീർത്തതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോസൊക്കെ എടുത്തു. അവനെയും പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലോട്ട് വന്നു, വെള്ളമൊക്കെ കുടിച്ചു. കാവ്യ ഒന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എൽസയൊന്ന് ഫോൺ വിളിച്ചിട്ട് അവളെ ഫോൺ വിളിച്ച് നിന്ന സമയത്ത് എനിക്ക് അടുത്തൊരു ഓൺലൈൻ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എടുത്ത് പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഞാനും അശ്വിനിയും കൂടെ പെരിങ്ങമല വരെ വന്നു കേട്ടോ. അശ്വിനിയുടെ ഫോൺ ഇച്ചിരി കംപ്ലൈൻ്റ് ആണ്, ഭയങ്കര ചൂടാണ് പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശരിയാക്കാനായിട്ട് ഞാനും അവളും കൂടെ ഒന്ന് വന്നതായിരുന്നു. അതിനുശേഷം എബിക്ക് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ പള്ളിയിൽ ഡയറിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതും എടുത്ത് നേരെ ഞങ്ങൾ ബീനയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അശ്വിനി ആദ്യമായിട്ടാണ് ബീനയുടെ വീട്ടിലോട്ട് വരുന്നത്. എല്ലാ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുകയാണ് കേട്ടോ. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്മച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെയൊക്കെ പോയി നേരെ പിന്നെയും ബീനയുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് ഞാനൊരു കഷ്ണം അലുവ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ നേരം തൊട്ട് എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെന്താണെന്ന് അറിയാം, പക്ഷെ അവരും കഴിച്ചതാണ്, ഞാനും കഴിച്ചു. പക്ഷേ ഞാൻ കഴിച്ചത് എനിക്കത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം നേരെ വീട്ടിലോട്ട് വന്നു. കിടന്ന ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എഴുന്നേറ്റത് കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ്. പക്ഷെ അവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, എനിക്കത് പിടിച്ചില്ല. ഭയങ്കരമായിട്ട് വയ്യായിക ഉണ്ടായിരുന്നു. ഇത് രാവിലെ എന്ന് പറയുമ്പം നല്ല രാവിലെയൊന്നും അല്ല കേട്ടോ. 10 മണി 10:30 മണി എന്തോ ആയി ഞാൻ എഴുന്നേറ്റപ്പോൾ. അപ്പോഴത്തേക്കും ചേട്ടനും എബിയൊക്കെ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റു, നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നതുകൊണ്ട് പിന്നെ അങ്ങ് ഡയറ്റ് എടുക്കാനായിട്ട് അങ്ങ് നിന്നില്ല. കാരണം എന്താണോ അപ്പം കഴിക്കാൻ തോന്നുന്നു അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഡയറ്റ് എടുത്ത് അങ്ങ് നിൽക്കാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ജോലി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മരണ വീട്ടിൽ പോയതല്ലേ. പക്ഷേ എണ്ണ തേച്ച് കുളിക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു. എണ്ണയൊക്കെ തേച്ചാണ് ഞാൻ കുളിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയ സമയത്താണ് ചേട്ടൻ വന്നത്. അതിനുശേഷമാണ് ഞാൻ ഉറക്കം എഴുന്നേറ്റത്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് ജോലിയൊന്നും ഇല്ല. ഈ ഒരാഴ്ച ഫുള്ള് ഈ മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും അങ്ങനെ അധികം പോകാനായിട്ടും പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ വിഷമം ചേട്ടനും ഉണ്ട്, എനിക്കും ഉണ്ട്. കാരണം അറിയാമല്ലോ, വീട്ടിലിപ്പോൾ ചേട്ടൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഒരാൾ ജോലിക്ക് പോകാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത് വേറെയാണ്. നമുക്കൊരുപാട് ചിട്ടികൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. നമ്മളിപ്പം ചിട്ടിക്കൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ആഴ്ചയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കണമെങ്കിൽ ഡെയിലി ഒരാൾ ജോലിക്ക് പോയാലേ പറ്റൂ. മാസ ശമ്പളം അല്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മളിപ്പോൾ കുടുംബശ്രീ എന്നൊക്കെ ലോൺ എടുക്കുന്നതൊക്കെ ഞാൻ ജോലിക്ക് പോയ സമയത്ത് മാസത്തിൽ കൊടുത്താൽ മതി. ഇപ്പോഴങ്ങനെയല്ലല്ലോ. അവിടെയും ലോണുകളെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല. അത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് മാസത്തിലായതുകൊണ്ട്. ഇതിപ്പോൾ ഡെയിലിയും ആഴ്ചയിലൊക്കെ കൊടുക്കുന്നതൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് ഇതുപോലെ ജോലിക്ക് പോകാതിരിക്കുമ്പോഴാണ്. മനഃപൂർവ്വം പോകാത്തതല്ല, മഴ ആയതുകൊണ്ട് ജോലി ഇല്ലാത്തതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇപ്പം ചൊവ്വാഴ്ച മുതൽ കേക്കിൻ്റെ ക്ലാസ്സൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കൂടെയാണ് കേട്ടോ. തിയറി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സും വരുന്നുണ്ട്. എന്തായാലും ഒരിടത്ത് പോയി എനിക്ക് പഠിക്കാനോ അതല്ല ജോലി ചെയ്യാനോ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പറ്റില്ല. കാരണം ഈ കാലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് 2 കാലും വയ്യാതിരിക്കുകയാണ് കേട്ടോ. 2 കാലിനും പ്രശ്നങ്ങളായി. കാരണം വലത് കാല് കുഴപ്പമില്ലായിരുന്നു, ഞാൻ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഈ ഒരു ലിഗമെൻറ്റ് പ്രശ്നമൊക്കെ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഈ വലത് കാല് ഫോക്കസ് ചെയ്ത് നടന്ന് ഇപ്പോൾ വലത് കാലിനും പ്രശ്നമായി, വലത് മുട്ടും വയ്യാണ്ടായി കേട്ടോ. അങ്ങനെയൊക്കെ
അപ്പോൾ അത് കേക്കിൻ്റെ സാധനങ്ങൾ അടുത്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തുണ്ടെങ്കിൽ പിള്ളേരെ വീട്ടാണ് വാങ്ങിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എബി അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല, അവൻ ട്യൂഷന് പോകാനൊക്കെ ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ എബി ഇറങ്ങിയ സമയത്ത് അവർ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അവർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്കുവിനൊന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ എന്തുമാത്രമാണ് എബിയെ മിസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. അഞ്ചു ഒന്നും ഉണ്ടായിരുന്നില്ല. അഞ്ചു അവൾക്ക് ഒരു ക്ലാസ്സുണ്ട്, ആരി വർക്കിൻ്റെ ക്ലാസ്സുണ്ട് കേട്ടോ. അവളത് പഠിക്കുന്നുണ്ട്. അവിടെ പോയിട്ടുണ്ടായിരുന്നു മിലുവിനെയും കൊണ്ട്. അപ്പോൾ അമ്മയും മിക്കുവും കൂടെ ഒന്ന് അവനെ ഉറക്കാനായിട്ട് കിടന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനുമായിട്ട് കുറേ നേരം വരെ സംസാരിച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തും സ്പീഡിനൊക്കെ ഇട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു. എബി വാ മീമി തരാം, എന്തൊക്കെയാണോ എന്തോ ഭയങ്കരമായിട്ട് അവൻ മിസ് ചെയ്യുന്നെന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഓണത്തിന് വരാമെന്നൊക്കെ പറഞ്ഞു. അവനതൊന്നും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവന് ഭയങ്കരമായിട്ടും മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എബി ഇടയ്ക്കിടയ്ക്ക് എന്തോ പറയുന്നു നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിൽ വന്ന് ഒളിച്ച് നിൽക്കും. അപ്പോഴും വിളിക്കും, എബി വാന്ന് വിളിക്കും. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അവൻ ചിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അത് എബി കാണണമെന്നൊക്കെ അവനൊരു മനസ്സിൽ തോന്നുന്ന സമയത്ത് ഓടിപ്പോയി എബിയുടെയും മിക്കുൻ്റെ ഫോട്ടോ നമ്മൾ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി നോക്കും. അങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞത് കേട്ടോ. എബി ചോറ്, എബി ചായ, അമ്മ വിളിക്കുമല്ലോ അവിടെ നിന്ന് സമയത്ത് എബിയെ വിളിക്കുന്നത് കേട്ടിട്ടാണ് മിക്കു അതുപോലെ വിളിക്കുന്നത്. എബി ചോറ് കഴിക്കാൻ വാ, ചായ കുടിക്കാൻ വാ എന്നൊക്കെ വിളിക്കുന്നത്. അവനത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിക്കാനും. എബിയുടെ കൂടെ ആയിരുന്നു, എബി ആദ്യമായിരുന്നു അവൻ്റെ കൂടെ ഫുൾ ടൈം കളി. അപ്പോൾ ആദ്യം ഇപ്പോൾ അവന് അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രമേ വരാറുള്ളൂ. ബാക്കിയുള്ള ടൈമിൽ സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനും ഒക്കെ പോകുന്നതുകൊണ്ട് പറ്റാറില്ല കേട്ടോ. പിന്നെ ഉച്ചയൊക്കെ ആയ സമയത്ത് എനിക്കങ്ങനെ ഒന്നും കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചതും ഉണ്ടായിരുന്നില്ല. കുടുംബശ്രീയുടെ കുറേ കണക്കുകൾ എഴുതി വെക്കാനുണ്ടായിരുന്നു, മാസം അവസാനമായില്ലേ അങ്ങനെ എഴുതി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു കോഫി എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്തതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ തന്നെ കുറച്ച് ഓൺലൈൻ പ്രോഡക്റ്റ് ഉണ്ട്, അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അത്രയൊക്കെ ഞാൻ വീഡിയോസായിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വന്നാലേ നമുക്ക് പറയുന്നത് നമുക്ക് ചെയ്ത് കാണിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്ത് കാണിക്കാനും ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിപ്പോൾ ഓരോ ദിവസം നമുക്ക് മാറി മാറിയാണ് ക്ലാസ്. ചൊവ്വ, വ്യാഴം, ശനി, ഈ ഇത്രയും ദിവസമാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, മീഷോ വഴി വാങ്ങിയ എല്ലാ സാധനങ്ങളും എനിക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് വയ്ക്കുന്ന ആ ഒരു ബോർഡ് പോലത്തെ ഒരു സംഭവം ഞാൻ 2-3 പ്രാവശ്യമായിട്ടും അത് ബുക്ക് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ആവുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, പക്ഷെ വില കുറവിലായിട്ടാണ് മീഷോയ്ക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് വരുന്നില്ല. ഇപ്പോൾ തന്നെ ഇത് 4ാമത്തെ പ്രാവശ്യം ഞാൻ ഒരിക്കൽ കൂടെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചേട്ടാ എപ്പോഴും ചോദിക്കും, നീ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്തോ ചേട്ടാ എനിക്കത് അറിയില്ല, സംഭവം ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, എന്നാലും എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വന്നുകൊടുത്താലും ഞാൻ ചേട്ടനത് കാണിച്ചു കൊടുത്തത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടന് ഭയങ്കര പേടിയാണ്, ഞാൻ ഇത് ചെയ്യുന്നതൊക്കെ ശരിയാവുമോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ ചാടിക്കയറി നമ്മളൊന്നും ചെയ്യേണ്ട, പതിയെ നമ്മൾ പഠിക്കുന്നത്. അത് പ്രത്യേകിച്ച് കുക്കിംഗ് കൂടെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ മതി, അത് മൊത്തത്തിൽ പോവും. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും കണ്ടും മാത്രമേ ചെയ്യാവുന്നു. ഓരോരോ അളവുകളും കാര്യങ്ങളും അളക്കാനും അതിനാണല്ലോ നമുക്ക് ഓരോരോ പാത്രങ്ങളും ഉള്ളത്. അങ്ങനെ അപ്പോൾ ഇതൊരു ബട്ടൺസാണ് കേട്ടോ. നമുക്ക് പാൻറ്റിലായിരുന്നാലും ഷർട്ടിലായിരുന്നാലും ബട്ടൺസ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ്. ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്, ഒരു വീഡിയോസിൽ കണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് എബിൻ്റെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പാൻറ്റിനെയൊക്കെ സിബും ഊക്കും ഒക്കെ പോയിട്ട് ഉപയോഗിക്കാത്തത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു മോക്ഷം എന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. അത് നല്ലതാണ് കേട്ടോ. ചേട്ടാ 1-2 ഷർട്ടിലൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ അതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഇന്ന് വന്ന ദിവസവും കൂടെ ആയിരുന്നു. ഇനി നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ചെടുക്കുവാനും നല്ല രീതിയിൽ തന്നെ ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. നാളത്തെ വിശേഷം നാളെ പറയാം. എല്ലാവരും എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Bye.